ഹായ് ഹലോ രാജീവ് വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും വലിയൊരു സ്വാഗതം. ഇന്ന് അമ്മ വന്നിട്ടുള്ളതേ ഈ നര എല്ലാവർക്കും വല്ലാത്തൊരു പ്രശ്നം അല്ലേ. ചിലവർക്ക് നീലാമരിപ്പൊടി പറ്റണില്ല, തണുപ്പാന്ന് പറയുന്നു. പിന്നെ കെമിക്കൽ ഒന്നും പറ്റണില്ല. എന്ത് ചെയ്യും കുട്ടികളെ? 30 വയസ്സൊക്കെ തുടങ്ങുക അല്ലേ. 30 വയസ്സായാൽ തന്നെ എൻ്റെ മകളുടെ മുടി പോരെയാണ് നരച്ച് കാണുന്നുണ്ട്. അപ്പൊ ഞാൻ അവൾക്ക് വേണ്ടിയിട്ട് ഒരു ഡൈ ഉണ്ടാക്കി കൊടുത്തു. അപ്പൊ അവൾക്കത് നന്നാണ് അവള് പറയുന്നത്. താളി ഉണ്ടാക്കി കൊടുത്തു കേട്ടോ. അവളിപ്പോ വന്നപ്പോ, ഓണത്തിന് വന്നപ്പോ. അപ്പൊ അതെന്താന്ന് നിങ്ങൾക്കും കാണിച്ചു തരാം. കാരണം എൻ്റെ അമ്മമ്മയും അമ്മയൊക്കെ ഏത് കാലത്തും ഇതന്നെ അവർ ഉപയോഗിക്കണം. തലി തേക്കണ താളി ഈ സംഭവമാണ്. പാടത്ത് പോയിട്ട് പാടയില പറയുന്നുണ്ടായിന്. പാടത്ത് പോയിട്ടാണ് ഞാൻ ഇപ്പൊ അന്ന് വെയിലാണ്, എന്നാലും പാടത്ത് പോയി പൊട്ടിച്ചു കൊടുന്നു. അത് കാരണം കേട്ടോ, പൊട്ടിക്കുന്നതൊന്നും കാണിക്കാതെ എവിടെ ഉള്ളതെന്ന് അറിയില്ല, തെരഞ്ഞു പോയപ്പോ കിട്ടിയതാ എനിക്ക്. അപ്പോ മുത്തശ്ശിമാര് പണ്ടേ ഉപയോഗിച്ചിരുന്നു. ഇതിന്റെ താളിയും തേക്കുക, ഇതുകൊണ്ട് ഡൈ ഉണ്ടാക്കി തേക്കുക, എങ്കിൽ നമ്മളെ മുടി നര കുറേ കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞ് നമ്മളെ മുടി നല്ല ബ്ലാക്ക് ആയി വരുന്നുണ്ട്. അപ്പൊ മോൾക്ക് വേണ്ടിയിട്ടാട്ടോ ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കി പരീക്ഷിച്ചത്. കാരണം അമ്മ തേച്ചിരുന്നതാണ്, ഞാനല്ല തേച്ചിട്ടുള്ളത്. എൻ്റെ അമ്മയും അമ്മമ്മയൊക്കെ ഇതാ തേച്ചിട്ടുള്ളത് കേട്ടോ. എനിക്ക് ഈ നാട്ടിൽ കിട്ടുന്നുണ്ടായിരുന്നില്ല. എന്നിട്ട് അച്ഛൻ തെരഞ്ഞിട്ട് ഒരു പ്രാവശ്യം കിട്ടി. അപ്പൊ അത് രണ്ടാമത് ഒന്നും കൂടി ഇന്ന് അവര് പോയി തെരഞ്ഞിട്ട് വെയിലത്ത് അവര് പോയി എടുത്തു കൊടുന്നു കേട്ടോ. ഇത് എവിടെ ഉള്ളതെന്ന് എനിക്ക് അറിയണില്ല, ഞാൻ പോയിട്ട് കിട്ടിയില്ല. അപ്പൊ അച്ഛനാ കൊടുന്നത്, അതുകൊണ്ടാ വീഡിയോ ഇടാത്ത കേട്ടോ. ഞാൻ പോയിട്ട് വെറുതെ അങ്ങോട്ട് തിരിച്ചു പോന്നു. കണ്ടോ ഇത് എന്താന്ന് കണ്ടോ? അത് എവിടെ കണ്ടാലും ആരും വിടണ്ട കേട്ടോ. കണ്ടോ ഇതിന്റെ പൂവൊക്കെ എങ്ങനെയൊക്കെയാണ്, കണ്ടോ? കണ്ടല്ലോ. അപ്പൊ ഇതിന് പറയുന്നത് എന്താ വെച്ചാൽ ഒരു ജെല്ലിയാണതേ. ഇതിന് എന്താ ഗൂഗിളിൽ അടിച്ചു നോക്കുമ്പോ കണ്ടു ഞാൻ, ഇതറിയ എന്തോ ഒരു ജെല്ലി എന്നാ പറയുന്നത്, ഗ്രീൻ ജെല്ലി എന്നൊക്കെ പറയുന്നത് ഇതിന് അടിച്ചു നോക്കുമ്പോ കേട്ടോ. അപ്പൊ നിങ്ങളും ഇത് എങ്ങനെയെന്നുള്ളത് ഗൂഗിളിൽ അടിച്ചു നോക്കുന്നുണ്ടോ. അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ വിശദമായ വിവരങ്ങൾ കിട്ടും കേട്ടോ. അപ്പൊ ഇനി ഇത് എന്താ വേണ്ട വെച്ചാൽ നമുക്ക് ഇതൊന്ന് അരക്കട്ടെ കേട്ടോ. ഇത് നമ്മൾ ഇത് ഞാൻ കഴുകി വെയിലത്തിട്ടിരുന്നു കേട്ടോ. അപ്പൊ ഉണങ്ങാൻ വേണ്ടിയിട്ട് ഒന്നേ അവിടുന്ന് വരുമ്പോ തന്നെ തോട്ടിൽ നിന്ന് കഴുകിയിട്ട്, അവിടെ തോടുണ്ട് അച്ഛൻ, അപ്പൊ അവിടുന്ന് കഴുകിയിട്ട് അപ്പൊ ഞാൻ വെള്ളം ഒന്ന് പോയിക്കോട്ടെ വെച്ചിട്ട് ഉണങ്ങി. കാരണം കുറച്ച് സമയം ആയി കൊടുന്നു വന്നിട്ട്, ഒരു 10-20 മിനിറ്റ് ആയി. അപ്പൊ ഇത് നല്ല വെയിലും ഉണ്ട്, അപ്പൊ ഉണങ്ങിയിട്ടോ. അപ്പൊ ഇനി ഇത് നമ്മളൊന്നും നോക്കാനില്ല, മിക്സിയുടെ ജാറിലിട്ട് നന്നായി അരച്ചെടുക്കേ വേണ്ടു. കാരണം ഒരു പുഴുക്കേടുള്ള ഇലയൊക്കെ അവര് തന്നെ പൊട്ടിച്ച് കളഞ്ഞു കേട്ടോ. അപ്പൊ ഇനി ഇത് ഞാൻ അരച്ചു കൊണ്ടുവന്നിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് നിങ്ങളെ നമ്മളുടെ കഞ്ഞിയുടെ വെള്ളത്തിൽ അരച്ചാൽ മതി കേട്ടോ. ഇതുകൊണ്ട് നമുക്കൊരു താളി ഉണ്ടാക്കണം, ഡൈ ഉണ്ടാക്കണം, രണ്ടെണ്ണം ഉണ്ടാക്കാനാണ് കേട്ടോ. ഇത് ഞാൻ അരച്ചു കൊടുത്തിട്ട് കാണിച്ചു തരാം. ഇതിന് പ്രത്യേകത ഉണ്ട്. ഇത് അരച്ച് കുറച്ച് കഴിഞ്ഞ് അങ്ങനെ ജെല്ലിയാകും കേട്ടോ. കയ്യുമ്പിൽ ഇരുന്നിട്ട് ഇത് ഒരു ലേശം നേരം കഴിഞ്ഞത് കണ്ടോ, ഒരു ജെല്ലിയുടെ ലുക്കായി, കണ്ടോ, ഒരു മിഠായിയുടെ പോലെ ജെല്ലിയായി, കണ്ടോ. ഇതിങ്ങനെ ജെല്ലിയായി, കണ്ടല്ലേ. ഇതുകൊണ്ടാണ് നമ്മൾ ഡൈ ഉണ്ടാക്കണത്. ഒന്ന് ഇതാണ് കേട്ടോ, കാണിച്ചു തരാം. നമ്മൾ ഇതിനെ എടുക്കണത് ആദ്യം 1 ടീസ്പൂണ് നെല്ലിക്കപ്പൊടി, പിന്നെ നമ്മൾ എടുക്കുന്നത് 1 ടീസ്പൂണ് മൈലാഞ്ചിപ്പൊടി, കണ്ടല്ലോ. പിന്നെ നമ്മൾ ഈ പാടല അരച്ചത്, നെല്ലിക്കപ്പൊടി, മൈലാഞ്ചിപ്പൊടി ഒന്നല്ല കേട്ടോ, സ്പൂണ് ഞാൻ 2 സ്പൂൺ കൊണ്ടുവന്നു. 2 ഓരോന്നിൽ വെച്ച് നനഞ്ഞിരിക്കുകയാണ്. 2 പൊടി എടുത്തു, അത്ര വേണ്ടത്, കുറച്ച് കയറി. ഇനി നമ്മൾ എന്താണെന്നറിയോ, ഇതിൽ വെള്ളത്തിന് ചേർക്കണ ഒരു സംഭവം, നമ്മളേ കോഫി, ചായയും കാപ്പി 2 പൊടി ഇട്ടണം കേട്ടോ. 1 സ്പൂണ് ചായപ്പൊടി, 1 സ്പൂണ് കാപ്പിപ്പൊടി. പോരാത്ത അതിൽ ഗ്രാമ്പു ഒന്നുമല്ല, കുറച്ച് നേരം അവിടെ ഇരുന്നോട്ടെ. നമ്മൾ ഇത് കുറച്ച് കഴിഞ്ഞിട്ടേ കറുപ്പിക്കാൻ പാടുള്ളൂ. ഗ്രാമ്പു ഇതിൽ ഇരുന്നോട്ടെ, നീരിറക്കവും തണുപ്പൊന്നും പിടിക്കാതിരിക്കാനാട്ടോ. വേണ്ട വെള്ളത്തിനാണ് ചായയും കാപ്പി. ഇത്തിരി അധികം കട്ടിയിൽ ഉണ്ടാക്കിക്കോളൂ. 2 ഗ്ലാസ് വെച്ചിട്ട് നമ്മൾ 1/2 ഗ്ലാസ് ആക്കുന്നവരെ അത് കുറുക്കിക്കോളൂ കേട്ടോ. അപ്പൊ അങ്ങനെയാണ്. പിന്നെ നമ്മൾ ഈ സംഭവം ചേർക്കുന്നുണ്ട്. ഇത് ജെല്ലി ആയി തുടങ്ങിട്ടോ, ജെല്ലി ആയി തുടങ്ങി. നമ്മളിത് ഇത് നനയാൻ നമ്മൾ എടുക്കണത് ചായയുടെയും കാപ്പിയുടെയും കൂടി ഡിക്കോഷന്റെ കൂട്ടാട്ടോ. ഇതിലേക്ക് കണ്ടല്ലോ. ഇത് ഇതിങ്ങനെ കലക്കിയിട്ട് നമ്മളിതൊരു 8 മണിക്കൂർ വെക്കണം. ഇതിന്ന് നമ്മളിപ്പോ കലക്കിയ നാളെയാണ് ഇത് തേക്കാൻ പാടുള്ളൂ, എങ്കിലാണ് ഇത് ഫലം ഉണ്ടാവുള്ളൂ. ഇത് നിങ്ങൾ അലുമിനിയം പാത്രത്തിലോ സ്റ്റീൽ പാത്രത്തിലോ ഒന്നും കലക്കി വെക്കരുത് കേട്ടോ. ഇതേപോലെ ഇരുമ്പിന്റെ ഒരു കടായി ഉണ്ടാക്കിയിട്ട് അതിൽ തന്നെ കലക്കി വെക്കുക. എന്നിട്ട് നമ്മൾ നാളെ കുളിക്കണ സമയത്ത് ഇത് അടച്ചു വെക്കുക കേട്ടോ. നന്നായി കലക്കിയിട്ട് നമ്മളെ പാകത്തിനുള്ള വെള്ളം നനവ് ആയിട്ട് നമ്മളിത് കലക്കി വെക്കുക. ഇത് ഒത്തിരി ടൈറ്റ് ആവുള്ളൂ, ഈ പാടലക്കിற സ്വഭാവം അതാ. അപ്പൊ നമ്മൾ കുറച്ച് ലൂസിൽ കലക്കി വെക്കാൻ മറക്കണ്ട കേട്ടോ. കണ്ടോ, അങ്ങനെ കട്ടൻ ചായ പറഞ്ഞ് കുറച്ച് ലൂസിൽ കലക്കി വെക്കുക. കോഫി ചായ രണ്ടും ഉണ്ട് കേട്ടോ, കൂടുതൽ കറുപ്പ് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ ഗ്രാമ്പു ഇടാൻ ആരും മറക്കരുത്. ഇതിലൊരു നല്ലൊരു ഇൻഗ്രീഡിയൻ്റ് ആട്ടോ ഗ്രാമ്പു. തണുപ്പിന്റെ കേട്ട് ചിലവരൊക്കെ പറയുന്നു നീരിറക്കം, അവർക്ക് നീരിറക്കം വരില്ല, നമുക്ക് കറുപ്പ് കളർ കിട്ടും ചെയ്യും. കണ്ടല്ലോ. ഇതിങ്ങനെ കലക്കിയിട്ട് നമ്മളിതൊരു 8 മണിക്കൂർ വെച്ചതിന്റെ ശേഷം നമ്മൾ ഉപയോഗിക്കാവൂ. ഇത് നാളെ ഉപയോഗിക്കാവുള്ളൂ, അപ്പോഴേക്കും നല്ല കറുത്ത കളർ വരും. അപ്പൊ ഇതിങ്ങനെ നമ്മൾ അടച്ചു വെക്കുക. ഒരു സംഭവം ഇതാണ് കേട്ടോ. ഇനി അടുത്തത് ഇതുകൊണ്ട് എന്താ വെച്ചാല്, ഇത് കണ്ടോ, ഇങ്ങനെ ഒരു പാത്രത്തിലേക്ക് നമ്മൾ താളി
കണ്ടല്ലോ. അതിന് നമ്മൾ ഈ പാടരയിൽ തന്നെയാണ് കേട്ടോ ഒന്ന് താളി ഇതന്നെയാണ് കേട്ടോ പ്രധാനപ്പെട്ട താളി. പിന്നെ നമ്മളിത് കഞ്ഞിരവെള്ളത്തിലാണ് കലക്കണത്. ഇത് നിങ്ങളെ വേണ്ടോരെ എന്ത് ചെയ്തോളൂ കേട്ടോ, ഒന്ന് അരിച്ചോളുണ്ട് കേട്ടോ. തലയിലേക്ക് തേക്കണ സമയത്ത് നമുക്ക് ഒന്നല്ല കുറേശ്ശെ ഒരു ചണ്ടി ഇന്ത്യയിലുണ്ട്. നിങ്ങൾക്ക് നല്ല അരിഞ്ഞു വെച്ചാൽ വേണ്ട. ഇതിപ്പോ ഇങ്ങനെ ജെല്ലി ആയി തുടങ്ങിയിട്ടോ ഇരുന്നിട്ട്. ഇത് തണുക്കണേയുള്ളൂ, ഒരു ഇളം ചൂടുണ്ട്. കാരണം നമ്മൾ ഈ ഡൈ കലക്കി വെക്കാൻ കട്ടൻ ചായ പറഞ്ഞപ്പോ കുറച്ച് ഇത് അധികം ചൂടായി പോയി. ഞാനൊരു ലേശം കട്ടൻ ചായ പറഞ്ഞതിലും കുറച്ച് വെള്ളം കുറവാണ്ടപ്പോ കണ്ടോ ഇതിങ്ങനെ ജെല്ലി ആയി കിട്ടും. നല്ല തണുത്തത് ജെല്ലി ആവും കണ്ടോ. അതൊരു മിഠായിയുടെ പോലെയാവും കണ്ടോ. ഒരു പ്രത്യേക തരം മിഠായിയുടെ പോലെയാണ്. ജെല്ലിയാണ് ഇതിന്. അതാട്ടോ അടിച്ചു കൊടുക്കേണ്ട. നിങ്ങളെ ഗ്രീൻ ജെല്ലി എന്ന് എന്തോ പറഞ്ഞിട്ട് യൂട്യൂബിൽ കാണുന്നുണ്ട്. അപ്പൊ നമ്മളിനി ബാക്കി കഞ്ഞിരവെള്ളത്തിൽ ഇത് കലക്കി വെക്കുക. കണ്ടല്ലോ നല്ലോണം കഞ്ഞിരവെള്ളം. ഇത് നമ്മളിങ്ങനെ കലക്കിയതിന്റെ ശേഷം ഞാനിനി അരിച്ചിട്ടോ അത് തലയിൽ തേക്കുന്ന സമയത്ത് നിങ്ങൾ അരിക്കണം. പിന്നെ പോരാത്തതിന് നിങ്ങൾ ഈ കട്ടൻ ചായയുടെ ബാക്കിയില്ലേ ഈ വെള്ളം കൂടി ഇതിൽ കലക്കണം. ഞാൻ ഒരു വലിയൊരു ബൗൾ എടുത്തോണ്ട് കേട്ടോ. അത് ഇതിൽ കൊള്ളണില്ല, ഞാൻ കാണിച്ചു തരാം അരിച്ചിട്ട്. ഇതെല്ലാവരും താളി തേക്കുമ്പോൾ ഈ കട്ടൻ ചായ കഞ്ഞിരവെള്ളം പിന്നെ അതിൽ ഗ്രാമ്പൂ കാപ്പിപ്പൊടി ചായപ്പൊടി അത് ഇട്ടിട്ട് തന്നെ വേണം നിങ്ങൾ ഈ താളി ഉണ്ടാക്കാൻ. ഈ പാടരല കൊണ്ട് താളി ഉണ്ടാക്കാം. അതുപോലെ ഡൈ കലക്കുമ്പോൾ നിങ്ങൾ കണ്ടില്ല അരയ്ക്കണത് കഞ്ഞിരവെള്ളത്തിലാണ് കേട്ടോ. അപ്പൊ ഡൈക്കും ഇത് കഞ്ഞിരവെള്ളത്തിൽ ഞാൻ അരയ്ക്കാവുള്ളൂ. പിന്നെ ചായപ്പൊടിയും കാപ്പിപ്പൊടിയും അതേപോലെ ഗ്രാമ്പൂ ഇട്ടിട്ടാണ് ഡൈ നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഒരു 8 മണിക്കൂർ കഴിഞ്ഞിട്ട് ഉപയോഗിക്കാവുള്ളൂ. ഇപ്പൊ തന്നെ ഉപയോഗിക്കുന്നില്ല, അതുകൊണ്ട് എനിക്ക് ഉപയോഗിച്ച് കാണിച്ചു തരാൻ പറ്റില്ല കേട്ടോ. ഇത് ഞാനിപ്പോ കലക്കിയ സമയം ശരി പോരാ. അപ്പൊ കാരണം 8 മണിക്കൂർ ആകുമ്പോഴേക്ക് ഉച്ച തിരിയുള്ളൂ. ഇത് രാവിലെ സമയം എന്റെ കുളിന്ന് കഴിയും ചെയ്തത്. അപ്പോ എല്ലാവരും ഇങ്ങനത്തെ ഉണ്ടാക്കി നോക്കണം. മുടി നല്ല കട്ട കറുപ്പായിട്ട് വരും. പിന്നെ കഴുകി കളയണമെങ്കിൽ നിങ്ങളൊരു അരമണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ ഇത് വെക്കണം ഈ ഡൈ. നാലെണ്ണ അറിയാലോ നമ്മുടെ കെമിക്കൽ ഡൈ ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ എല്ലാവരും മുടി നല്ല കട്ടക്കറുപ്പിൽ വരും. അപ്പൊ എല്ലാവരും ഇത് ചെയ്ത് നോക്കുന്നു ഞാൻ വിചാരിക്കണു. അപ്പൊ വീഡിയോ നീട്ടിക്കൊണ്ടുപോകേണ്ട കാര്യമല്ല, എത്രയൊക്കെ ഉള്ളൂ. അപ്പൊ എല്ലാവരും ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതൊക്കെ എല്ലാവരും തേച്ച് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ വന്ന് പറയണം കേട്ടോ. ആർക്കൊക്കെ മുടി നന്നായി കറുത്ത് വന്നു എങ്ങനെയൊക്കെ എന്നുള്ളത്. പക്ഷെ ഇത് മുടി നന്നായി കട്ടക്കറുപ്പോട് കൂടി വളരും ചെയ്യും. പാടയിലത്താളി പണ്ടേ ഉപയോഗിക്കുന്നതാണ് എല്ലാവരും. നമ്മൾ അന്നൊക്കെ മിക്സിയിലല്ല കേട്ടോ അരയ്ക്കണത്. അന്ന് നമ്മൾ കുളിക്കുമ്പോൾ കല്ലുമ്പിൽ തന്നെ ഉരയ്ക്കുകയാണ്. നമ്മൾ കഞ്ഞിരവെള്ളം വീട്ടിൽ നിന്ന് കൊണ്ടുപോകണം. എന്നിട്ട് നമ്മൾ കുളിക്കണ തോർത്തുണ്ടിൽ തന്നെ അരിക്കും. വേറൊരു ഇതിലേക്ക് ഒന്നൊക്കെ താളിക്കല്ലുണ്ടായിരുന്നു അവിടെയൊക്കെ ഒരു കുഴിയുള്ളത്. അപ്പൊ നമ്മൾ പാത്രത്തിലേക്ക് അവിടുന്ന് വാരി എടുത്തിട്ട് നമ്മൾ കൊണ്ടുപോയ പാത്രത്തിലേക്ക് വീണ്ടും ധരിച്ചെടുക്കും. അങ്ങനെ കുളിച്ച് തോർത്തുണ്ടൊക്കെ ഒലിമ്പി കളയാലോ. വീട്ടിലത്തെ പോലെ മിക്സി ഒന്നും അന്നില്ല. അപ്പൊ അങ്ങനെയാണ് തേച്ച് വരുന്ന. അമ്മമ്മയൊക്കെ എപ്പോഴും ഇത് ഞാൻ കാണുന്നുണ്ട്. ഞാനൊക്കെ അന്ന് കുഞ്ഞ കുട്ടിയാണ്. അപ്പോൾ ഇപ്പൊ വലിയ എടുത്തിനോട് പറയാണ് ഡൈയുടെ ഒക്കെ കാണിക്കുമ്പോൾ എന്റെ രാജി അണക്കെന്താ ഞാനൊക്കെ തേക്കണ ആ പാടയില കാട്ടി കൊടുക്കാത്ത അത് എത്ര നല്ലതാ, ഇതിനേക്കാളും ഉപരിയല്ലേ അത്. എന്റെ മുടി ഇപ്പോഴും കണ്ടോന്ന് പറഞ്ഞു തരുന്നു. അവരുടെ മുടിയൊന്നും അതിന് നരച്ചിട്ടില്ല, വയസ്സായിട്ട് നരച്ചിട്ടില്ല. ഇന്റെയൊക്കെ മുടി പോലെ എപ്പോഴും മുടി നിൽക്കണത്. അപ്പൊ അതിന്റെയൊക്കെ രഹസ്യം അതാണ്. അപ്പൊ എല്ലാവരും ഇത് തേച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയണം. അപ്പൊ എന്താ എല്ലാവരും ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവർക്കും ഇത് ഷെയർ ചെയ്ത് എത്തിക്കണം. ഇതൊരു ഗുണമുള്ള കാര്യമല്ലേ. കെട്ടണവരൊക്കെ തേക്കണം. പാടാന്ന് കേട്ടോ അതിന്റെ പേര് പറയുന്ന പാടയിലാന്ന്. ഇനി ഗൂഗിളിൽ നിങ്ങൾ അടിച്ചു നോക്ക്. ഗ്രീൻ ജെല്ലി എന്നൊക്കെയാണ് ഗൂഗിളിൽ അടിക്കുമ്പോൾ കിട്ടിയത് എനിക്ക്. അതിന്റെ ഗുണങ്ങളെ പറ്റിയിട്ട് വിസ്തരിച്ച് എഴുതിയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും അടിച്ചു നോക്കണം. അപ്പൊ എല്ലാവരും തേക്കുന്നു വിചാരിക്കുന്നു. ഡൈ കെമിക്കൽ വേണ്ടല്ലോ. നീലാമരി പറ്റാത്തവർക്ക് നമ്മളിതിൽ നീലാമരി കൂട്ടിയിട്ടില്ല കേട്ടോ. അപ്പൊ എല്ലാവരും ഇത് ഉപയോഗിച്ച് നോക്കണം. അപ്പൊ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെന്താ ബെല്ലൈക്കൻ ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അവിടെയെങ്കിലും തൊട്ടാലേണോ ഉള്ളൂ നിങ്ങൾക്ക് ഞാൻ വിടുന്ന എല്ലാ വീഡിയോ നോട്ടിഫിക്കേഷനും വരുള്ളൂ കേട്ടോ. അപ്പൊ എന്താ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.